സംശയിച്ചതുപോലെയൊന്നുമില്ല. കാർഡിയാക് ഫെയിലിയർ ആണ്, ഹാർട്ട് അറ്റാക്ക്. പ്രധാന ബ്ലഡ് വെസൽസും ഹാർട്ട് മസിൽസും ഹൈലി കൺസ്ട്രെയിൻഡ് ആണ്. ഹെവി മാസീവ് അറ്റാക്ക് ആയിരുന്നു. അങ്ങനെ ഈ ഹാർട്ട് ഡിസീസിന്റെ ഹിസ്റ്ററി ഒന്നുമുള്ള ആളല്ല. മരണത്തിന് പിന്നിൽ എന്തെങ്കിലും ടിവിക്കാർ കിടന്ന് തിരക്കുണ്ടാക്കുന്നു. ഞാൻ അവരോട് റിവീൽ ചെയ്തോട്ടെ? ക്രിമേഷനെ കുറിച്ച് അവർ ചോദിച്ചാൽ ക്രിമേഷൻ അത് ഇന്ന് തന്നെ നടത്തണം. ഡീറ്റെയിൽസ് ഡോക്ടർ വേണുഗോപാലോട് ചോദിച്ചിട്ട് പറയാം. ഡൈവേഴ്സ് ചെയ്തു, എന്നാലും പോരാത്തതിന് ആകെയുള്ള ഒരേ ഒരു മകൻ ഡോക്ടർ വേണുവിന്റെ കൂടെയാണ്. അവരുടെക്ക് അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ വേറെ ആരുമില്ല. എന്റെ പൊന്നുമകളെ ഇന്റർനെറ്റ് പോയല്ലോടി. എന്റെ പൊന്നുമകളെ ശങ്കേഷ് ഹോസ്പിറ്റൽ ഉടമയും സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അപർണ ശങ്കർ ഹൃദയാഘാതം മൂലം അന്തരിച്ചു. കോർപ്പറേഷൻ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിച്ചു. 10 വയസ്സുകാരനായ അരുൺ പരേത്. അതൊരു ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നല്ല ആരോഗ്യം, ബോഡി ഫിറ്റ്നസ്സിലൊക്കെ വളരെ ശ്രദ്ധയുള്ള ആൾ. എന്തോ ഒരു പിടികിട്ടായ്മയുണ്ട്. ആ പിടികിട്ടായ്മ തന്നെയാണ് അവരുടെ പ്രശ്നം. ഒരുപാട് ദുരൂഹതകളുള്ള സ്ത്രീ. ഇത്തരം ആളുകൾ എല്ലാ കാര്യത്തിലും അല്പം അബ്നോർമൽ ആയിരിക്കും. ഡോക്ടർ അവരുടെ ആത്മഹത്യ ചെയ്യില്ല. ആത്മഹത്യക്ക് വഴങ്ങുന്ന ഒരു മനസ്സല്ലത്. എന്റെ സംശയം ആരെങ്കിലും അവരെ അപായപ്പെടുത്തിയതാണോ? ആരാണ് അവർക്ക് ശത്രുക്കൾ? നീ അവരുടെ ശത്രുവില്ലേ? ഞാൻ അവരുടെ ശത്രുവില്ലേ? എടോ ബെല്ലും ബ്രേക്കും ഇല്ലാതെ വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞ് എന്നെ കൂടെ കുഴിയിലാക്കരുത്. നീ അവരുടെ മുറ്റത്ത് ബോധം കെട്ട് കിടന്ന രാത്രിയിലാണ് അവർ ചത്തതെങ്കിലോ നീ ഉത്തരം പറയേണ്ടി വന്നേരെ. അങ്ങനെ ഒന്നും സംഭവിക്കാതിരുന്നത് എന്റെ ഒരാളുടെ പ്രാർത്ഥന കൊണ്ടാ. വല്ലതും സംഭവിച്ചാൽ ഞാനും തൂങ്ങണമല്ലോ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതൊരു സ്വാഭാവിക മരണമാണെന്ന് പറയുന്നുണ്ടെങ്കിലും എന്റെ മനസ്സിലെന്തോ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപർണയോട് അടുപ്പുള്ള എല്ലാവരും മറ്റെന്തൊക്കെയോ സംശയിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും സൂചിപ്പിച്ചോ? ഇല്ല. അപർണയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്ക്, അതാണ് അവിശ്വസനീയം. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഉറപ്പിച്ച് പറയുന്നില്ല. ഫോറൻസിക് ഡോക്ടേഴ്സ് നിത്യം ഇതൊക്കെ തന്നെയല്ലേ കാണുന്നത്. അവർ പറഞ്ഞാൽ തെറ്റാറില്ല. പക്ഷേ ഇന്റേണൽ ഓർഗൻസ് ലാബ് പരിശോധനയ്ക്ക് അയക്കാതെ ഉറപ്പിച്ച് പറയാനും പറ്റില്ല. ലാബ് പരിശോധനയൊക്കെ വളരെ ഡൗട്ട്ഫുൾ ആയ കേസുകളിലെ റിലവന്റ് ആവാറുള്ളൂ. പക്ഷേ ഇത് ഫോറൻസിക് ലാബ് എന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സൊന്ന് പറയുന്നു, ഇതൊരു ഹാർട്ട് അറ്റാക്ക് അല്ല. ആത്മഹത്യയും ആവാം. ആവാൻ സാധ്യത കുറവാ. കൊന്നതായിക്കൂടെ? ആര്? ആരോ
എനിക്കോ എന്റെ മകനോ അപർണയുടെ ഒന്നും വേണ്ട. അപർണയുടെ സ്വത്തുക്കൾ നിങ്ങളോട് ഏറ്റെടുക്കാൻ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ചാടിക്കേറി അവളുടെ വകയൊന്നും വേണ്ടാന്ന് പറയുന്നു. എന്തിനാ അങ്ങനെ പറയുന്നത്? ആര് ഓഫർ ചെയ്തു? എന്റെ ബോസായ ഡോക്ടർ അപർണ മരിച്ചു. കോടിക്കണക്കിനുള്ള അവരുടെ സ്വത്തുക്കളുടെ ഏക അവകാശി നിങ്ങളുടെ മകൻ അരുണാണ്. പ്രായപൂർത്തിയാകുന്നവരെ അവന്റെ കസ്റ്റോഡിയനാണ് നിങ്ങൾ. ഏത് പിതാവും അത്രേ ഉള്ളൂ, വെറും കസ്റ്റോഡിയൻ. അപർണയുടെ സ്വത്തുക്കൾ അവൻ വാങ്ങരുതെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. കാരണം അവന്റെ അമ്മയാണ് അപർണ. 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ സ്വത്തുക്കൾ തട്ടിപ്പറിക്കുന്നതിന് തുല്യമാണ് അവന്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നത്. ധൈര്യമുണ്ട് നിങ്ങൾ മകനെ വിളിച്ചു ചോദിക്ക്, അവൻ പറയട്ടെ അമ്മയുടെ ഒന്നും എനിക്ക് വേണ്ടാന്ന്. ഞാൻ ആർക്കും ഒന്നും നിഷേധിക്കുന്നില്ല. പ്രായപൂർത്തിയാവുമ്പോ അവന് വേണമെങ്കിൽ അവൻ സ്വീകരിക്കട്ടെ. അവന് പ്രായപൂർത്തിയാകുന്നത് വരെ ആര് നോക്കി നടത്തി ഇതൊക്കെ? എനിക്ക് പറ്റില്ല. അപർണ ഉണ്ടായിരുന്നപ്പോ ഓക്കെ, അവളെന്നെ വിശ്വസിച്ചിരുന്നു, ചോദ്യം ചെയ്തിരുന്നില്ല. പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങനെ ആവണമെന്നില്ല. എനിക്കും പോയാൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന് റെസ്റ്റ് ചെയ്യണം. എനിക്കൊന്ന് ആലോചിക്കണം. ആലോചന അനന്തമായി നീണ്ടുപോയാൽ എനിക്കതൊരു ബുദ്ധിമുട്ടാവും. മോൻ ഉറങ്ങിയോ? ഉറങ്ങിയും തോന്നുന്നു. ആ ക്യാപ്റ്റൻ ചിലതൊക്കെ പറഞ്ഞപ്പോ വേണുമായിട്ട് ശോഭിക്കുന്ന ഞാൻ കരുതിയത്. ഭാവിയിൽ അരുൺ എന്നെ കുറ്റപ്പെടുത്തിക്കൂടാ. ആഫ്റ്റർ ഓൾ അവന്റെ ഒരു വെൽബീയിങ്. അതിനപ്പുറം എനിക്കൊന്നുമില്ല. അവന്റെ സ്വത്തുക്കൾ വേണ്ടെന്ന് പറയാൻ ഞാനാരാ? എന്താ? എന്തു പറ്റി? സത്യം പറ വേണുവേട്ട, അപർണയുടെ മരണം വേണുവേട്ടൻ ആഗ്രഹിച്ചിരുന്നില്ലേ? എന്തൊക്കെയാ നീ പറയുന്നത്? ആ ക്യാപ്റ്റൻ വന്ന് വിളിച്ചപ്പോ വേണുവേട്ടൻ അയാളുടെ ക്ഷണം കാത്തിരുന്ന പോലെ തോന്നി. ശരിക്കും അങ്ങനെയല്ലേ? അപർണയുടെ മരണത്തിന് വേണുവേട്ടൻ എന്തെങ്കിലും പങ്കുണ്ടോ വേണുവേട്ട? അവളില്ലാണ്ടായാലേ നമുക്ക് ജീവിക്കാൻ പറ്റൂന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ? ഇതിനെങ്ങനെ മനസ്സ് വന്നു? വേണ്ട. ഗിരിജേ, മോൻ ഉറങ്ങിയിട്ടില്ല.